ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സബിത മധു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചൂരമീൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. മീൻകറി തയ്യാറാക്കാനുള്ള ചേരുവകളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ, ചെറിയ ഉള്ളി, മസാലകൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. ഇത് വേഗം നമുക്ക് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുന്നതായിട്ട് ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ. വെള്ളം കുറച്ച് വളരെ തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. കുറച്ച് പുളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയിലെല്ലാം കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ചെറുതായിട്ട് ഞാൻ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളി, 4-5 പച്ചമുളക്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു മൺചട്ടി ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും വഴന്ന് വന്നപ്പോഴത്തേക്കും തക്കാളിയും പച്ചമുളകും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. അതെല്ലാം വഴന്ന് വന്നപ്പോഴത്തേക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ആ അരപ്പ് അതിലോട്ടിട്ട് നല്ലതുപോലെ എണ്ണയിൽ നല്ലതുപോലെ വഴറ്റണം. എണ്ണ മുകളിൽ വരുന്നത് വരെ അത് വഴറ്റി കൊടുക്കണം. അരപ്പും എണ്ണയും കൂടെ നല്ലതുപോലെ മിക്സാക്കി ഇതുപോലെ വഴറ്റിയെടുക്കണം. അതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയെടുക്കണം. കറി തിളച്ച് വരുമ്പോഴത്തേക്കും മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് കരിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുത്തു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചൂര മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.